ഹായ് എവരിവൺ, റവ കൊണ്ട് 5 മിനിറ്റിനുള്ളിൽ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 50 ഗ്രാമോളം ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിന് പകരം നെയ്യ് എടുത്താലും മതിയാവും. ഇതിലേക്ക് 1 കപ്പോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റവ ബട്ടറുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റവയുടെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരേക്കും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ആയി തന്നെ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ബട്ടറിന് പകരം നെയ്യ് എടുത്താലും മതിയാവും. നെയ്യാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വറുത്ത റവയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കുന്നുണ്ട്. റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബർഫിയാണ് കേട്ടോ ഇത്. വീട്ടിലൊരു ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണിത്. ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്നാക്സ് റെസിപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റവ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതലായിട്ട് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. റവയും തേങ്ങയും നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യം വരില്ല. ഞാനിപ്പോൾ പച്ച തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അതിലെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് പോകുന്നത് വരേക്കും ഒരു മിനിറ്റൊക്കെ തന്നെ മതിയാവും. നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. റവ മാത്രമല്ല, നമുക്കിതുപോലെ തന്നെ കടലമാവ് കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ ബർഫി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. മധുരം കുറച്ച് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മധുരം കുറച്ചുകൂടെ കുറവ് മതി എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്താലും മതിയാവും. ഇതെല്ലാം ചേർത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിട്ട് വരും. ആ ഒരു ടൈമിലാണ് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതിലേക്ക് വെള്ളമോ പാലോ അത് നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ എത്ര അളവാണോ എടുത്തിട്ടുള്ളത് അതേ അളവിന് തന്നെ നമ്മൾ ചേർക്കുന്നത് വെള്ളമായാലും പാലായാലും ചേർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ 1 ടേബിൾ സ്പൂൺ പാലിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കുങ്കുമപ്പൂവ് പാലിൽ കുതിർത്തതിന് ശേഷം അതും ഇതുപോലെ തന്നെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഫ്ലേവേഴ്സും ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഏതെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വനില എസൻസോ ഏതെങ്കിലും മിൽക്ക് എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന റവയ്ക്ക് അനുസരിച്ച് തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 കപ്പ് റവയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് തന്നെ പാല് അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പോളം വെള്ളം തന്നെയാണ് ചേർക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചെറു ചൂടുള്ള വെള്ളം തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. എങ്കിലേ അത് പെട്ടെന്ന് സെറ്റായി കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സമയമെടുക്കും. അതുമാത്രമല്ല, ആ ഒരു റവയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. കുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മളുണ്ടാക്കുന്ന ആ ഒരു വിഭവത്തിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. വെന്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭവത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. ചെറിയ ചൂടുള്ള വെള്ളമെങ്കിലും ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ സമയം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ഇടയ്ക്കിടെ നെയ്യോ വെണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാത്രമല്ല, ഇതിലേക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടോ പീനട്ട്സോ ഒക്കെ ക്രഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഈ സമയം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് വളരെ വേഗം തന്നെ പാത്രത്തിൽ നിന്നും വിട്ട് വരാനുള്ളൊരു പരുവമായി കിട്ടും. ഈ സമയം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നെയ്യോ വെണ്ണയോ എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്.
10 ഗ്രാമോളം ബട്ടറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നെയ്യാണെന്നുണ്ടെങ്കിലും 1-2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും വിട്ട് വരികയും ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ സെറ്റായും കിട്ടും. ഇതിപ്പോൾ ദാ ഈ പാനിൽ നിന്നും വിട്ട് വരുന്ന ആ ഒരു പാകം ആയിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ടുള്ള ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി എല്ലാ ഭാഗത്തും ഒന്ന് മിക്സായി വരുന്നത് വരയ്ക്കും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടറൊക്കെ നന്നായിട്ട് മിക്സായി മെൽറ്റായി വരുമ്പോഴേക്കും ഈ ഒരു ഡോ നല്ല സോഫ്റ്റായിട്ട് വരും. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടൻ തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലിരുന്ന് തന്നെ ഇതങ്ങ് സെറ്റായി പോവും. ഇപ്പോൾ ഇതാ ബട്ടറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി, ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി എല്ലാം കൂടെ ഒന്നിച്ച് ഒരു ബോൾ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയാൽ മതിയാവും. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിത് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷേപ്പുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യോ വെണ്ണയോ തടവിയതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷമാണ് ഒരു ബൗളിലേക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് മുകളിലേക്കായിട്ട് അല്പം ആൽമണ്ട്സ് ചോപ്പ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നട്ട്സ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബർഫി തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെയധികം ഈസി ആയിട്ട് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുമുണ്ട്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.